Okay, so totally 4 members are there. Lashika, Dia, Ashraf and one more person is Ashraf. നിങ്ങളുടെ നെയിം എന്തായിരുന്നു പറഞ്ഞത്? ഞാൻ മറന്നുപോയി, സോറി. ഷബന. ഷബന. ഓക്കെ, ഷബന എവിടെ നിന്നാണ്? പറവണ്ണ. എവിടെയാണ്? കേട്ടില്ല. പറവണ്ണ. പറവണ്ണ, അതെവിടെയാണ്? പാലക്കാടാണോ? അല്ല, തിരൂര്. തിരൂര്. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ജിനി സി ഗോപാലൻ. ജിനി, ജിനി എവിടെ നിന്നാണ് മോളെ? ജിനി ഫസ്റ്റ് ടൈം ആണ് ഞാൻ കാണുന്നത് പേര്, ജിനി സി ഗോപാൽ. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ നെയിം ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ച് എനിക്ക് അറിയാമായിരുന്നു. നിരഞ്ജന. ഓക്കെ ഓക്കെ ഓക്കെ, ഫൈൻ. ശരി. സോ ഐ തിങ്ക് വി ക്യാൻ. യെസ് യെസ്, ഐ നോ നിരഞ്ജന, യു ആർ ഫ്രം എറണാകുളം. ഐ നോ ദാറ്റ്. എനിക്ക് പേര് കണ്ടപ്പോൾ മനസ്സിലായില്ല. യൂഷ്വലി മോളുടെ ഐ ഡിന്ന് തന്നെയല്ലേ ജോയിൻ ചെയ്യാം, അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഓക്കെ, സോ വി ക്യാൻ സ്റ്റാർട്ട്. സോ വി happen to stop with subordinating conjunctions in the last class. So what are subordinating conjunctions? Subordinating conjunctions എന്ന് പറയുന്നതാണ് ഏറ്റവും ലാസ്റ്റിൽ വരുന്ന ടൈപ്പ്. So these conjunctions join a dependent clause to an independent clause. ഒരു ഡിപ്പെൻഡന്റ് ക്ലോസിന് ഒരു ഇൻഡിപെൻഡന്റ് ക്ലോസുമായിട്ട് ജോയിൻ ചെയ്യുന്ന കൺജങ്ഷൻസിനെയാണ് നമ്മൾ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് എന്ന് പറയുന്നത്. സോ നമുക്ക് ജനറൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ clauses are of two types. Dependent clauses ഉണ്ട്, independent clauses ഉണ്ട്. As I told you in the last class, clauses that can exist without anybody's help is called a main clause or an independent clause. Independent clause നെ തന്നെയാണ് main clause എന്ന് വിളിക്കുന്നത്. ചില ടെക്സ്റ്റ് ബുക്സിൽ main clause എന്ന് പറയും. Whereas clauses that depends on some other person, some other part of speech to exist is called a dependent clause or a subordinate clause. അപ്പോൾ ഡിപ്പെൻഡന്റ് ക്ലോസ് ആൻഡ് ഇൻഡിപെൻഡന്റ് ക്ലോസ് എന്നിങ്ങനെയും നമുക്ക് നെയിംസ് പറയാം. മെയിൻ ക്ലോസ് ആൻഡ് സബോർഡിനേറ്റ് ക്ലോസ് എന്നും നമുക്ക് നെയിംസ് പറയാം. ബേസിക്കലി ടു ടൈപ്സ് ഓഫ് ക്ലോസസേ ഉള്ളൂ. വൺ ഇസ് ഡിപ്പെൻഡന്റ് ആൻഡ് ദ അതർ വൺ ഇസ് ഇൻഡിപെൻഡന്റ്. ഫോർ യുവർ ഈസി അണ്ടർസ്റ്റാൻഡിംഗ് യു ക്യാൻ മെമ്മറൈസ് ഇറ്റ് ആസ് മെയിൻ ക്ലോസ് ആൻഡ് സബോർഡിനേറ്റ് ക്ലോസ്. So generally, what are subordinating conjunctions? Conjunctions that join a dependent clause to an independent clause are called subordinating conjunctions. ഒരു ഡിപ്പെൻഡന്റ് ക്ലോസ് തന്നു, ഒരു ഇൻഡിപെൻഡന്റ് ക്ലോസും തന്നു. ഇവർ രണ്ടുപേരും ജോയിൻ ചെയ്യുമ്പോഴാണ് നമുക്ക് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസിന്റെ ഒരു റിക്വയർമെന്റ്, ഒരു യൂസേജ് അവിടെ വരുന്നത്. And for example, we check two sentences. The first one was, we went on walking though it was getting dark. And the second one says, you said that you would come. So in these sentences, I told you that there is one exception in the first sentence, because in the first sentence both the clauses are independent clauses only. We went on walking though it was getting dark. So here you can see we went on walking എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡന്റ് ക്ലോസ് ആണ്. അങ്ങനെ പറയാമല്ലോ, അത് മാത്രമായിട്ട്. അതായത് എന്താണ് ഈ ഇൻഡിപെൻഡന്റ് ക്ലോസ് എന്ന് പറഞ്ഞാൽ? അത് മാത്രം എഴുതിയാലും മീനിങ് കിട്ടണം, ആ ക്ലോസിന് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റണം. ഇറ്റ് മീൻസ് അത് മാത്രം എഴുതിയാലും it should give you some meaning. So we went on walking. This is an independent clause. Though it was getting dark. So it was getting dark means that is again an independent clause only. It was getting dark. You can write it as a separate sentence too. So both the clauses here are independent clauses, but they are joined using the conjunction though. Though. യൂഷ്വലി നമ്മൾ പറയുന്നത് എന്താണെന്നറിയോ? രണ്ട് ക്ലോസസും മെയിൻ ക്ലോസ് ആയാൽ അവരെ നമ്മൾ ജോയിൻ ചെയ്യുന്നത് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് വെച്ചിട്ടായിരിക്കും എന്നാണ് പറയുന്നത്. കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഏതാണ്? നമ്മുടെ ആൻഡ്, ബട്ട്, നോർ, സോ, ഫോർ, യെറ്റ് ആൻഡ് സോ. അപ്പോൾ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസിനെ മാത്രം വെച്ചിട്ടല്ല, പക്ഷേ ഇറ്റ് ഈസ് നോട്ട് ഓൺലി ലിമിറ്റഡ് ടു കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് എന്നുള്ളതിന് ഇതൊരു എക്സാമ്പിൾ ആണ്. ബിക്കോസ് ദോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ. Though is a subordinating conjunction. Still you are using it to join two independent clauses. Similarly, you said that you would come. Here you can see you said. You said what? You said what? ആ ഒരു ഡീറ്റെയിൽ അവിടെ പറയുന്നില്ല, ഇൻഫർമേഷൻ അവിടെ തരുന്നില്ല. സോ യു സെഡ് എന്ന് മാത്രം പറഞ്ഞാൽ ദാറ്റ് ഇസ് നോട്ട് എ completely meaningful clause. So it is a dependent clause. That you would come. You would come is again, that's an independent clause. You would come, it's an independent clause. You would come, nee varumayirikkum, you would come.
right? So here one clause is dependent and the other one is independent, and the conjunction that we use is that. You said that you would come. So though and that are the two subordinating conjunctions that we use here. So in the above sentences, the conjunctions though and that join the two clauses in each sentence. In both sentences A and B, the second clause is the dependent clause. Not in both the sentences. That is actually, there is a mistake in that, because ഞാനത് റെഫർ ചെയ്തിട്ട് ഞാൻ ഇതിലേക്ക് എടുക്കുമ്പോൾ ആ ഒരു മാറ്റം ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീടാണ് when I was teaching I observed that, okay, because the first sentence has both the clauses being independent clauses. So we can rewrite like this. In sentence A, the second clause is independent as well as the first clause is also independent. But in the second sentence, the first clause is dependent and the second clause is independent. ഈ ഫസ്റ്റ് ക്ലോസ് സെക്കൻഡ് ക്ലോസ് എന്ന് പറഞ്ഞാൽ ഒരു സെന്റൻസിന്റെ ആദ്യം ഫസ്റ്റ് പാർട്ടിൽ വരുന്നതിനെയാണ് നമ്മൾ ഫസ്റ്റ് ക്ലോസ് എന്ന് പറയുന്നത്. പിന്നെ ഒരു കൺജങ്ഷൻ, ആ കൺജങ്ഷൻ കഴിഞ്ഞ് വരുന്ന അടുത്ത പാർട്ടിനെ നമ്മൾ സെക്കൻഡ് ക്ലോസ് എന്ന് പറയും. ഇപ്പൊ 3 clauses ഉണ്ടെങ്കിൽ തേർഡ് ക്ലോസ് പറയും. There are also sentences with more than 2 clauses. ഓഫ് കോഴ്സ് അത് പോസിബിൾ ആണ്. 2 ക്ലോസിൽ കൂടുതൽ വരുന്ന സെന്റൻസസും നമുക്ക് ഇംഗ്ലീഷിൽ നമ്മൾ എത്രയോ പഠിക്കാറുണ്ട് അല്ലേ. സോ സിൻസ് ദ കൺജങ്ഷൻസ് ദോ ആൻഡ് ദാറ്റ് join the dependent clause to independent clauses within the structure of subordination, these conjunctions are called subordinating conjunctions. So what do we understand from that? Though, that എന്നിങ്ങനത്തെ conjunctions ഒരു ഡിപ്പെൻഡന്റ് ക്ലോസിനെയും ഒരു ഇൻഡിപെൻഡന്റ് ക്ലോസിനെയും ജോയിൻ ചെയ്യുന്നു. മാത്രമല്ല അവർ കൂട്ടത്തിൽ തന്നെ ആ സെന്റൻസിലുള്ള എല്ലാ പാർട്സിനെയും അവർ സബോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. വാട്ട് ഇസ് മീൻഡ് ബൈ സബോർഡിനേറ്റിംഗ്? Subordinating is nothing but like to have a control or to maintain, to manage all the parts of speech. Okay, അതുകൊണ്ട് തന്നെ these conjunctions are called subordinating conjunctions. What was coordinating conjunction? What were coordinating conjunctions? Means they used to coordinate the entire sentence. They used to coordinate. ഇപ്പൊ ക്ലാസ് മോണിറ്റർ എന്നൊക്കെ പറയുന്ന പോലെ ക്ലാസ്സിൽ ഒരു കോർഡിനേറ്റർ ഉണ്ടാവും. കോർഡിനേറ്റർ ഓഫ് ദ ക്ലാസ് ആരാണ് എന്ന് ചോദിക്കും. അപ്പോൾ ഹൂ ഇസ് ദ ക്ലാസ് കോർഡിനേറ്റർ? ഹി ഓർ ഷീ, സം സ്റ്റുഡൻറ് ഹൂ ക്യാൻ കോർഡിനേറ്റ് ദ എൻറ്റയർ ക്ലാസ്. അതായത് ക്ലാസ്സിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള പ്രാപ്തിയുള്ള ഒരു കുട്ടീനെയാണ് നമ്മൾ കോർഡിനേറ്ററായിട്ട് നമ്മൾ ഫിക്സ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഡിക്ലെയർ ചെയ്യാം അല്ലേ. അപ്പോൾ ഈ സ്റ്റുഡൻറ്റിന് എന്തായിരിക്കും? അക്കാഡമിക്സിലുള്ള കാര്യങ്ങളും ഈ കുട്ടി ശ്രദ്ധിക്കും, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലുള്ള കാര്യങ്ങളും നോട്ട് ചെയ്യും, അതേപോലെ ഡിസിപ്ലിൻ, അറ്റൻഡൻസ്, പങ്ക്ച്വാലിറ്റി, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഈ കുട്ടി കോർഡിനേറ്റ് ചെയ്യും, ഒരുമിച്ച് കൊണ്ട് നടത്തും. അവിടെയാണ് നമ്മൾ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് എന്ന് പറയുന്നത്. whereas subordinating is nothing but similar to coordinating in meaning, but the function is slightly different. മീനിങ് വെച്ച് നോക്കുമ്പോൾ കോർഡിനേറ്റ് ചെയ്യുക, സബോർഡിനേറ്റ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ചെറിയ ചെറിയ ഡിഫറൻസസ് വരുന്നുണ്ട് അല്ലേ, ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ ടൈപ്പ് കൺജങ്ഷൻസിനെ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് എന്നും ഇതിനെ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് എന്നും വിളിക്കുന്നത്. I again read the sentence. Since the conjunctions though and that join the dependent clause to the independent clause within the structure of subordination, തന്നിട്ടുള്ള സ്പേസിന്റെ ഉള്ളിൽ വെച്ചിട്ട് അതിന്റെ മാക്സിമം മീനിങ് നമുക്ക് തരികയാണ്. So these conjunctions are called subordinating conjunctions. Okay, subordinate എന്ന് പറയുമ്പോൾ മറ്റൊരു മീനിങ് ഉണ്ട്. He is my subordinate എന്ന് പറഞ്ഞാൽ he is my junior. സബോർഡിനേറ്റ് ആണ് എൻ്റെ എന്താ പറയുക, ചീഫ് മിനിസ്റ്ററിൻ്റെ സബോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ചീഫ് മിനിസ്റ്ററിൻ്റെ ഒരു PA അല്ലെങ്കിൽ ഒരു അസിസ്റ്റൻ്റ് എന്നൊക്കെ പോലെയാണ്. ഇപ്പോൾ പ്രസിഡന്റിൻ്റെ താഴെയാണ് വൈസ് പ്രസിഡന്റ്, അവർ സബോർഡിനേറ്റ് പോലെയാണ് അല്ലേ. അങ്ങനെയാണ് സബോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു മീനിങ് ഉണ്ട്. ബട്ട് സബോർഡിനേറ്റിംഗ് എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഇൻ ടോട്ടൽ കാര്യങ്ങൾ മാനേജ് ചെയ്ത് കൊണ്ടു നടത്താനുള്ള ഒരു കഴിവിന്. ഇറ്റ് ഈസ് വെരി സിമിലർ ടു കോർഡിനേറ്റിംഗ്. ഓൾറൈറ്റ്, സോ നൗ ലെറ്റ്സ് സീ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് subordinating conjunctions that we can use in English. So there are several subordinating conjunctions in English and they can be classified according to their functions. അപ്പോൾ ഒരുപാടുണ്ട്. So I have started with that. That എന്ന് പറയുന്ന സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ വന്നിട്ട് ഇതിൻ്റെ ഫങ്ഷൻസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നോമിനൽ ക്ലോസ്, അഡ്വേർബിയൽ ക്ലോസ്, അഡ്ജക്റ്റീവ് ക്ലോസ് എന്നൊക്കെ പറയും. അപ്പം നിങ്ങൾക്ക് തൽക്കാലം ഈ ഫംഗ്ഷൻ നോക്കേണ്ട ഒരു കാര്യം വരുന്നില്ല. യു ക്യാൻ ജസ്റ്റ് ഗോ ഡയറക്ട്ലി ടു ദ എക്സാമ്പിൾസ്, ബിക്കോസ് വാട്ട് ഈസ് മെൻ ബൈ ആൻ അഡ്വേർബിയൽ ക്ലോസ്, വാട്ട് ഈസ് അഡ്ജക്റ്റീവ് ക്ലോസ് എന്നുള്ളത് മനസ്സിലാക്കണം, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് നോ നീഡ് ടു ഗോ ഇൻ ഡീറ്റെയിൽ. ഓക്കെ, സോ ദാറ്റ്
For example, you can see, I know that he is coming. I know that he is coming. So what is meant by nominal? Nominal clause എന്നാണ് ഇതിനെ പറയുന്നത്. I know that he is coming. അപ്പം നോമിനൽ എന്ന് പറഞ്ഞാൽ ഇവിടെ nouns എന്നൊരു മീനിങ് ആണ് ഇവിടെ വരുന്നത്. സബ്ജക്റ്റ് അല്ലെങ്കിൽ noun എന്നുള്ള മീനിങ്. So I know that he is coming. അപ്പോൾ ഇവിടെ noun അല്ല, നമുക്ക് he എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റ് ആണ്. ഇറ്റ്സ് എ പ്രൊനൗൺ. അപ്പോൾ നമുക്ക് എന്താണ്, അവിടെ ഒരാൾ വരുന്നു. ഐ നോ ദാറ്റ് ഹീ ഈസ് കമ്മിങ്. ഒരാൾ വരുന്നു, അവൻ വരുന്നു എന്ന് എനിക്ക് അറിയാം. സോ യു ആർ യൂസിങ് ദ കൺജങ്ഷൻ ദാറ്റ്. സോ ഹിയർ യു ക്യാൻ സീ ഐ നോ ദാറ്റ് ഹീ ഈസ് കമ്മിങ്. ഇവിടെ ഐ നോ ഇസ് വൺ ക്ലോസ്, ഹീ ഈസ് കമ്മിങ് ഇസ് അനദർ ക്ലോസ്. സെക്കൻഡ് വൺ, ഐ വാസ് സോ ടയേർഡ് ദാറ്റ് ഐ ഫെൽ അസ്ലീപ്. I was so tired that I fell asleep. Again you can see I was so tired. That is the first clause. I fell asleep is the second clause. Okay. Asleep is actually an adverb. Asleep. Okay. I fell asleep. എന്നൊക്കെ പറഞ്ഞാൽ അതൊരു adverb ആണ്. Asleep. ഇപ്പോൾ quickly, easily, strongly എന്നൊക്കെ പറഞ്ഞ പോലെ often, frequently. Asleep എന്ന് പറയുന്നത് ഒരു adverb ആണ്. അതുകൊണ്ടാണ് we call it adverbial clause. ഓക്കെ. ഐ വാസ് സോ ടയേർഡ്. സോ എന്ന് പറയുന്നത് ഒരു അഡ്വേർബ് അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവരെ അഡ്വേർബിയൽ ക്ലോസ് എന്ന് പറയുന്നത്. സിമിലർലി ജോയിൻസ് അഡ്ജക്റ്റീവ് ക്ലോസ്. വാട്ട് ഈസ് മീൻ ബൈ അഡ്ജക്റ്റീവ് ക്ലോസ്? അഡ്ജക്റ്റീവ് വരുന്നുണ്ട് ഏതോ ഒരു ക്ലോസിൽ, അതുകൊണ്ടാണ് ആ പേരിൽ പറയുന്നത്. ലെറ്റ്സ് സീ. ദിസ് ഇസ് ദ ബെസ്റ്റ് പിക്ചർ ദാറ്റ് ഐ ഹാവ് എവർ സീൻ. ദിസ് ഇസ് ദ ബെസ്റ്റ് പിക്ചർ ദാറ്റ് ഐ ഹാവ് എവർ സീൻ. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് പിക്ചർ ആണ് ഇത്. So again there are two clauses. This is the best picture, that is one clause. I have ever seen, that is another clause. And you are joining those clauses using the conjunction that. Both the clauses are joined using the conjunction that. Alright. അപ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഈ നോമിനൽ ക്ലോസ് ആയാലും അഡ്വേർബിയൽ ക്ലോസ് ആയാലും അഡ്ജക്റ്റീവ് ക്ലോസ് ആയാലും ഏത് ടൈപ്പ് ക്ലോസിനെ ജോയിൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് എന്ന് പറയുമ്പോൾ അവർ മോസ്റ്റ് ഓഫ് ദ ടൈംസും രണ്ട് ക്ലോസസിനെ ജോയിൻ ചെയ്യും. അതിൽ ഒന്ന് ഡിപ്പെൻഡൻറ്റ് ക്ലോസും മറ്റൊന്ന് ഇൻഡിപെൻഡൻറ്റ് ക്ലോസും ആയിരിക്കും എന്ന് തൽക്കാലം ഇത്രയും മനസ്സിലാക്കി പോവാം. കാരണം ടൈപ്സ് ഓഫ് ക്ലോസസ് എന്നൊക്കെ നമുക്ക് പഠിക്കാൻ പോകുമ്പോൾ അത് കുറച്ചും കൂടി ഡെപ്തിൽ വരുന്ന ടോപ്പിക്കാണ്. ഓക്കെ. അപ്പോൾ അത് നിങ്ങൾക്ക് ഇതൊക്കെ പഠിച്ചെടുത്ത് കഴിഞ്ഞാലേ അത് പഠിക്കാനുള്ള ഒരു പേഷ്യൻസ് ഉണ്ടാവുള്ളൂ. ഓക്കെ. നിങ്ങൾക്കും കൂടെ ഒരു ഇൻട്രസ്റ്റ് വരണം അല്ലേ. അപ്പം നമ്മൾ പ്രിലിമിനറി ആയിട്ട് പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഈ പാർട്സ് ഓഫ് സ്പീച്ച്. ഇപ്പോൾ പാർട്സ് ഓഫ് സ്പീച്ചിൽ ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ട ജനറൽ കോൺസെപ്റ്റ്സ് പഠിച്ചു പോയാൽ തന്നെ നിങ്ങൾക്ക് ഒരു 10th ലെവലിലേക്ക് സഫീഷ്യൻ്റ് ആയിരിക്കും. ഓക്കെ. നൗ ദ നെക്സ്റ്റ് ഇസ് വാട്ട്. വാട്ട് എന്നുള്ളതൊരു കൺജങ്ഷൻ ആണ്. ഡു യു ബിലീവ് ദാറ്റ്? യെസ്, യു ഹാവ് ടു. വാട്ട് ഈസ് ആക്ച്വലി എ ക്വസ്റ്റ്യൻ വേർഡ്, but it is also a conjunction, subordinating conjunction. Similarly, how? Can you believe that these question words are conjunctions? Of course, what, how, ഇതൊക്കെ എന്താണ്? subordinating conjunctions ആണ്. So what വെച്ചിട്ട് ഇപ്പം നോക്കാം. I know what you mean. I know what you mean. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് അറിയാം. I know what you mean. Similarly, how? I know how to do it. I know how to do it. ഇത് എങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയാം. ഓക്കെ. നെക്സ്റ്റ് ഇസ് ഇഫ്. ഇഫ് വന്നിട്ട് ഇറ്റ് ഇസ് എ കണ്ടീഷണൽ ക്ലോസ് എന്ന് പറയും. ഇഫിൻ്റെ പേര് തന്നെ ഇറ്റ്സ് എ കണ്ടീഷണൽ ക്ലോസ് മേക്കർ എന്നാണ് പറയുക. ഇറ്റ് ഇസ് എ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആൻഡ് ഇറ്റ് ഇസ് യൂസ്ഡ് ടു ക്രിയേറ്റ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. കണ്ടീഷണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കണ്ടീഷൻ വെച്ചിട്ട് കാര്യങ്ങൾ പറയാം. ഫോർ എക്സാമ്പിൾ, ഇഫ് യു വർക്ക് ഹാർഡ് യു ക്യാൻ സ്കോർ ബെറ്റർ. If you work hard, you can score better. So, if you want to score better, ഞാനൊരു കണ്ടീഷൻ വെക്കുകയാണ്, you should work hard. അപ്പോൾ ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ എനിക്ക് നല്ലോണം ബെറ്റർ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റൂ. സോ ദാറ്റ് ഈസ് വൈ വി കോൾ ഇഫ് ആസ് എ കണ്ടീഷണൽ ക്ലോസ് വേർഡ്. കണ്ടീഷണൽ ക്ലോസസിലാണ് ഇഫ് നമ്മൾ യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, യു ക്യാൻ സി ഹിയർ, he asked me if I knew. He asked me if I knew. എനിക്ക് അറിയാമായിരുന്നോ എന്ന് അവൻ ചോദിച്ചു. ഓർ എനിക്ക് അറിയുമോ എന്ന് അവൻ ചോദിച്ചു. I knew എന്നാണ് പറയുന്നത്. അപ്പോൾ അറിയാമായിരുന്നോ എന്നാണ് അവൻ ചോദിക്കുന്നത്. സോ ഇഫ് ഐ ന്യൂ, ദാറ്റ് ഇസ് അഗെയിൻ എ കണ്ടീഷണൽ ക്ലോസ്. ഇഫ് ഐ ന്യൂ എന്ന് പറയുന്നത് ഒരു കണ്ടീഷണൽ ക്ലോസ് ആണ്. കണ്ടീഷണൽ ക്ലോസസിൽ യൂസ് ചെയ്യുന്ന ഒരു സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആണ് ഇഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്ത് വെക്കുക, ഇഫ് ഇസ് കോൾഡ് എ
conditional conjunction. Okay, because it is used in most of the conditional statements. Now moving to the next part. Weather. WHETHER. ഈ weather വേറെയാണ്, നമ്മുടെ ക്ലൈമറ്റിന്റെ weather പറയുന്നത് വേറെയാണ്. What is the difference in the spellings? This is WHETHER. What is the spelling of the another weather? Can somebody comment? Somebody can comment it, right? WHETHER എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാമറിൽ യൂസ് ചെയ്യുന്ന വേർഡാണ്. യെസ്, വെരി ഗുഡ് ഷിഖ. WEATHER, വെരി ഗുഡ്. അതെന്താണ്? കാലാവസ്ഥ എന്ന് പറയുന്ന മീനിങ് ആണ്. യെസ്, ലിയ ഹാസ് ഓൾസോ പോസ്റ്റഡ്. വെരി ഗുഡ്. അപ്പൊ എന്താണ് ഇവിടെ വെദർ എന്ന് പറയുന്നത്? ഇറ്റ് ഇസ് അഗെയിൻ എ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ. പ്ലീസ് ലുക്ക് അറ്റ് ദ എക്സാമ്പിൾ. ഹി ആസ്ക്ഡ് മീ വെദർ ഐ ന്യൂ യു. എനിക്ക് നിന്നെ അറിയാമായിരുന്നോ എന്ന് അവൻ ചോദിച്ചു. He asked me whether I knew you. എനിക്ക് നിന്നെ അറിയാമായിരുന്നോ എന്ന് അവൻ ചോദിച്ചു. Imagine that you are going to a party with your brother or with your father. Okay. And you happen to find your old friend, your old schoolmate, your KG student, KG friend or KG classmate. അപ്പോൾ your father is asking, ഈ കുട്ടീനെ അറിയോ നിനക്ക്, അല്ലെങ്കിൽ ഈ കുട്ടീനെ അറിയാമായിരുന്നോ? അതാണ്. He asked me whether I knew you. Okay. Now the next word is when. When is a question word and also a conjunction. For example, I know when to come. I know when to come. So this clause indicates a time. എപ്പോൾ വരണം എന്ന് എനിക്കറിയാം. I know when to come. So this clause indicates time. Next is where and wherever. Where എന്ന് പറയുന്നതും wherever എന്ന് പറയുന്നതും രണ്ടും conjunctions ആണ്. So where എന്ന് ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്. I know where to go. I know where to go. So this clause indicates a place. എനിക്ക് എവിടെ പോകണമെന്ന് എനിക്കറിയാം. So I know where to go. This clause indicates a place. Wherever എന്ന് പറയുന്നത് that is a separate word. Wherever. ഈ wherever എന്ന് പറഞ്ഞാൽ എവിടെ വേണമെങ്കിലും. I can go wherever I want. ഇപ്പൊ whatever പറയാറില്ലേ, എന്ത് വേണമെങ്കിലും. That is also a conjunction. I can do whatever I want to do. Similarly, I can go wherever I wish to. Okay, I can do wherever I can go wherever I wish to go. ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്. Okay. Next is before and after. Very important. Before, after. These two are subordinating conjunctions. For example, I went before or after the bus came. You can write the sentences in two ways. Either I went before the bus came or I went after the bus came. So these clauses before and after indicate time. Again, they also indicate time. Now the next one is till and since. Till and since. Okay, for വരില്ല. For, since and for ആണ് നമ്മൾ യൂഷ്വലി പെയർ ചെയ്ത് പഠിക്കുന്നത് അല്ലേ. ബട്ട് for is a coordinating conjunction. നമ്മുടെ ഫാൻ ബോയ്സിൽ F stands for for. അപ്പോൾ ഇവിടെ ടില്ലും സിൻസും ആണ് എടുക്കുന്നത്. So you can see each of the word has an example. The first example says, please wait till I am back. ഞാൻ തിരിച്ചു വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യൂ, ഒന്ന് കാത്തിരിക്കൂ. And the second sentence is, I haven't seen her since I came back. I haven't seen her since I came back. ഞാൻ വന്നത് മുതൽക്ക് അവളെ ഞാൻ കണ്ടിട്ടില്ല. I haven't seen her since I came back. Okay. The next conjunction is very, very important and the most commonly used conjunction, because. Because ഏത് കുട്ടീൻ്റെ അടുത്ത് ഒരു കൺജങ്ഷൻ്റെ എക്സാമ്പിൾ ചോദിച്ചാൽ ആദ്യം പറയുന്നത് ആൻഡ് ആയിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് പറയുന്നത് ബിക്കോസ് ആയിരിക്കും. Because we use this conjunction a lot of times in our life. ഒരുപാട് നമ്മൾ അതിനെ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കൺജങ്ഷൻ ആണ്. നിങ്ങൾക്കത് അറിയുമോയെന്ന്, നിങ്ങളത് കേട്ടിട്ടുണ്ടാവുമോ എനിക്കറിയില്ല. തമിഴ്നാടിൻ്റെ മുൻ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന അണ്ണാദുരൈ എന്ന് പറഞ്ഞിട്ട് ഒരു സാർ ഉണ്ടായിരുന്നു, അണ്ണാദുരൈ. സോ അണ്ണാദുരൈ സാറ് ലണ്ടനിലോ, എനിക്കത് പ്ലേസ് കൃത്യമായിട്ട് അറിയില്ല, UK ആണോ US ആണോ എന്ന് എനിക്കറിയില്ല. ഇത് പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു അറിവാണ്, എൻ്റെ അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. അദ്ദേഹം വന്നിട്ട് മാസ്റ്റേഴ്സ് ഇൻ ഇംഗ്ലീഷാണ്. ഇപ്പോൾ പണ്ടൊന്നും പറയുമ്പോൾ ഒരുപാടൊന്നും അങ്ങനെ പഠിക്കില്ലായിരുന്നു. ഇപ്പോൾ എന്താ പറയുക, കേരളത്തിലാണെങ്കിലും തമിഴ്നാടാണെങ്കിലും ഒരുപാടൊന്നും അങ്ങനെ മാസ്റ്റേഴ്സ് ഒക്കെ എടുത്ത് എല്ലാവരും പഠിക്കുന്നത് ശീലം വളരെ കുറവായിരുന്നു. ബട്ട് ദിസ് മാൻ വാസ് എ മാസ്റ്റർ ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. അപ്പോൾ ഹി ഹാപ്പൻ ടു അറ്റൻഡ് സം കോൺഫറൻസ്
somewhere out of India. ആൻഡ് ആ കോൺഫറൻസിൽ ഇദ്ദേഹത്തിൻ്റെ നോളജ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചോദിച്ചു അത്ര ദർ ഇസ് എ കൺജങ്ഷൻ കോൾഡ് ബിക്കോസ് ഇൻ ഇംഗ്ലീഷ് ബട്ട് നോ സെൻറ്റൻസ് ബിഗിൻസ് വിത്ത് ദിസ് കൺജങ്ഷൻ. I repeat, there is a conjunction in English called because. Because എന്ന് പറഞ്ഞിട്ട് ഒരു കൺജങ്ഷൻ ഉണ്ട്, ബട്ട് നോ സെൻറ്റൻസ് ക്യാൻ ബിഗിൻ വിത്ത് ദിസ് കൺജങ്ഷൻ. ഇപ്പോഴൊക്കെ എഴുതുന്നുണ്ട് കേട്ടോ, അത് ഞാൻ പറയാം. ഇപ്പോഴത്തെ ബുക്സിലൊക്കെ നോക്കിയാൽ ബിക്കോസ് വെച്ചിട്ട് സെൻറ്റൻസസ് ബിഗിൻ ചെയ്യുന്നുണ്ട്. ബട്ട് വെൻ ഐ വാസ് സ്റ്റഡിയിങ് ഡ്യൂറിങ് മൈ സ്കൂൾ ഡേയ്സ് ആൻഡ് ഓൾ, മൈ ടീച്ചേഴ്സ് യൂസ് ടു ടെൽ യു ഷുഡ് നോട്ട് ബിഗിൻ എ സെൻറ്റൻസ് വിത്ത് ബിക്കോസ്. കൺജങ്ഷൻസ് വെച്ചിട്ട് ഒരിക്കലും സെൻറ്റൻസസ് സ്റ്റാർട്ട് ചെയ്യാനേ പാടില്ല. ശരിക്കും അങ്ങനെയാണ് റൂള്. ചില കൺജങ്ഷൻസിന് അത് കുഴപ്പമില്ല, ചിലതിന് ഇപ്പോൾ ബിക്കോസ് ഒന്നും വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല എന്നാണ് പറയാം. ഇപ്പം സിൻസ് വെച്ചിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. സിൻസ് ഐ വാസ് നോട്ട് അവൈലബിൾ അറ്റ് സ്റ്റേഷൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പറയാം. ആഫ്റ്റർ ബിഫോർ ഒക്കെ വെച്ചിട്ട് പറയാം. പക്ഷെ ബിക്കോസിനത് വാലിഡ് അല്ല, ആപ്ലിക്കബിൾ അല്ല. So there is a conjunction called because in English, but why don't you use it at the beginning of a sentence എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനോട് ചോദിച്ചു. So the answer that he gave was very presentable. എന്താണ് അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ, we cannot begin a sentence with because. Okay, sorry, question ഇങ്ങനെയാണ് ചോദിച്ചത്. It was a challenging question. Okay, അതായത് ഒരു ഇംഗ്ലീഷ് സെൻറ്റൻസ് പറയണം, ആ സെൻറ്റൻസിൽ 3 ബിക്കോസ് വരണം. ഓക്കെ, ഒരു സെൻറ്റൻസ് പറയണം ഇംഗ്ലീഷിൽ, ആ സെൻറ്റൻസിൽ പക്ഷെ 3 ബിക്കോസുകൾ വരണം, അടുപ്പിച്ച് കോൺസിക്യൂട്ടീവായിട്ട് 3 ബിക്കോസുകൾ വരണം. അപ്പം നമ്മളത് അങ്ങനെ പറയുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാണ് അല്ലേ? നമുക്കത് പെട്ടെന്ന് 3 ബിക്കോസ് ഒരുമിച്ച് വെച്ചൊരു സെൻറ്റൻസ് ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടാണ്. സോ ദിസ് മാൻ ആൻസർഡ് ഇറ്റ് ഇൻ എ വെരി ക്ലെവർ വേ. ഹി സെഡ്, നോ സെൻറ്റൻസ് ക്യാൻ ബിഗിൻ വിത്ത് because is a conjunction. എന്താ പറഞ്ഞത്? നോ സെൻറ്റൻസ് ക്യാൻ ബിഗിൻ വിത്ത് because is a conjunction. അപ്പം എന്താണ്? നോ സെൻറ്റൻസ് ക്യാൻ ബിഗിൻ വിത്ത് ബിക്കോസ് വെച്ചിട്ട് ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടെന്നാൽ അത് രണ്ടാമത്തെ ബിക്കോസ് ഒരു കൺജങ്ഷൻ ആണ്. അപ്പോൾ ബിക്കോസ് 3 ബിക്കോസ് കോൺസിക്യൂട്ടീവ് ആയിട്ട് വന്നു. അണ്ണാദുരൈ റോക്ക്. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ ബിക്കോസ് പഠിക്കുമ്പോൾ എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ളൊരു സംഭവമാണത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് വാട്ട് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇസ് നോ സെൻറ്റൻസ് ഇൻ ഇംഗ്ലീഷ് ക്യാൻ ബിഗിൻ വിത്ത് ബിക്കോസ്. Nowadays I am seeing certain PDFs, certain materials beginning with because, but I don't agree with that. കാരണം നമ്മുടെ ടെക്സ്റ്റ് ബുക്സിലൊക്കെ പറയുന്ന റൂൾ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല എന്നാണ്. Okay, so because is a subordinating conjunction, and we have one example here. I slept because I was tired. All right, now moving to the next set. ഇതാണ് നമുക്ക് ലാസ്റ്റ് സെറ്റ് വരുന്നത്. സിൻസ് വെച്ചിട്ട് നേരത്തെ ഇവിടെ നിങ്ങൾക്ക് എക്സാമ്പിൾ തന്നിട്ടുണ്ടായിരുന്നു. ഐ ഹാവൻ സീൻ ഹെർ സിൻസ് ഐ കെയിം ബാക്ക് എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി തന്നിട്ടുണ്ട്. ബട്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ സിൻസിന് ഇവിടെ സിൻസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെയാണ് ഒന്ന് തന്നിട്ടുള്ളത്. സോ സിൻസ് ഐ വാസ് ടയേർഡ് ഐ സ്ലെപ്റ്റ്. എനിക്ക് ടയേർഡ് ആയിരുന്നത് കൊണ്ട് ഞാൻ ഉറങ്ങി. അപ്പം നേരത്തെ എങ്ങനെ പറഞ്ഞു? ഐ സ്ലെപ്റ്റ് ബിക്കോസ് ഐ വാസ് ടയേർഡ്. അത് തന്നെയാണ് സിൻസ് ഐ വാസ് ടയേർഡ് ഐ സ്ലെപ്റ്റ്. ബോത്ത് ദ സെൻറ്റൻസസ് ഗിവ് യു ദ സെയിം മീനിങ് ഓൺലി. ഓക്കെ, നെക്സ്റ്റ് ഇസ് ആസ് ഇസ് വെരി വെരി ഈക്വൽ ടു ബിക്കോസ്. ഇവിടെ നോക്കൂ, ആസ് ഐ സ്ലെപ്റ്റ് ആസ് ഐ വാസ് ടയേർഡ് ബിക്കോസ് ഐ വാസ് ടയേർഡ്. അതാണ് അവിടെ മീൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് If is called a conditional clause conjunction. He can score well if he studies seriously. Okay, next is unless. എന്ന് പറഞ്ഞാൽ നീ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാത്തടത്തോളം കാലം, ചോദിക്കാത്തടത്തോളം കാലം, പറയാത്തടത്തോളം കാലം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. So unless you speak, I can't help. Unless you tell the truth, I will not talk to you. അതേപോലെ I cannot say anything unless I am asked. എന്നോട് ചോദിക്കാത്തടത്തോളം കാലം എനിക്കൊന്നും പറയാൻ പറ്റില്ല. I cannot say anything unless I am asked. ഈ വേർഡ്സ് ഒക്കെ പഠിച്ചു വെച്ചോളൂ കേട്ടോ. അൺലെസ് എന്നുള്ളതൊക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു വേർഡാണ്.
നെക്സ്റ്റ് ഇസ് though or although. though or although. ഈ though-നും although-നും മോസ്റ്റ് ഓഫ് ദ ടൈംസ് നമ്മൾ സെയിം മീനിങ് വെച്ചിട്ടാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ബട്ട് അവർ തമ്മിലൊരു ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. though എന്ന് പറയുന്നത് ഒരു കോൺട്രാസ്റ്റ് കാണിക്കാനാണ്. അതായത് ഇപ്പോൾ though I was sick, I went to college today. അപ്പോൾ എനിക്കിന്ന് സുഖമില്ലാഞ്ഞിട്ട് കൂടിയും ഞാൻ ഇന്ന് കോളേജിലേക്ക് പോയി. അപ്പോൾ കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ. സുഖമില്ല പക്ഷെ കോളേജിലേക്ക് പോയി. കോൺട്രാസ്റ്റ് കാണിക്കുകയാണ് ചെയ്യുന്നത്. വെറസ് although എന്ന് പറയുന്നത് ഒരു കൺസെഷൻ കാണിക്കുകയാണ്. although I was sick, I completed the homework. അപ്പോൾ അവിടെ എന്താണ്, ഒരു കൺസെഷൻ കാണിക്കാൻ യൂസ് ചെയ്യുന്നുണ്ട്. സിക്ക് ആയിരുന്നു പക്ഷെ എന്നാലും ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്തു. സോ യു ക്യാൻ സീ വൺ എക്സാമ്പിൾ. ഇവിടെ രണ്ടും കോമൺ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. I attended the program though or although none asked me to. ആരും എന്നോട് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല, എന്നിട്ടും though I attended the program or although I attended the program. Okay, next is than. than is a conjunction. കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന than, കമ്പാരിസൺ ആണ് than യൂസ് ചെയ്യുക. ഇവിടെ നോക്കൂ, she is smarter than her brother. നമുക്കത് അറിയാം, കമ്പാരിറ്റീവ് ഡിഗ്രി ഓഫ് adjective ആണ് smarter എന്ന് പറയുന്നത്. Okay, next is who, whose and which. These are again question words used as subordinating conjunctions. Who, നമ്മൾ what, how നോക്കിയ പോലെ who'ൽ പറയാം, my cousin who lives in London will visit us tomorrow. ഏതൊരു കസിനാണോ എൻ്റേത് ലണ്ടനിൽ താമസിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഏതൊരു കസിനാണോ ലണ്ടനിൽ ജീവിക്കുന്നത്, അവർ നാളെ ഞങ്ങളെ വിസിറ്റ് ചെയ്യും. My cousin who lives in London will visit us tomorrow. ഇനി whose. I admire people whose practical sense is so sharp. അതായത് ഏത് തരം വ്യക്തികൾക്കാണോ പ്രാക്ടിക്കൽ നോളേജ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ സെൻസ് വളരെ ഷാർപ്പായിട്ടുള്ളത്, അത്തരം ആളുകളെ ഞാൻ അഡ്മയർ ചെയ്യാറുണ്ട്. So I admire people whose practical sense is so sharp. Or I can tell, as a teacher I can tell, I admire students whose knowledge in the subject is very good. വെറുതെ ഓക്കെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു. I admire students whose interest in the subject is very high. അതായത് ഏത് കുട്ടികൾക്കാണോ സബ്ജക്റ്റിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത്, അത്തരം കുട്ടികളെ ഞാൻ ഒരുപാട് അഡ്മയർ ചെയ്യുന്നു. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് വിച്ച്. വിച്ചിൽ ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻ അത് ഫുള്ളായിട്ട് കാണില്ല, ഞാൻ ഒന്ന് മിനിമൈസ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്കത് കാണാൻ പറ്റും. ഓക്കെ, I took the book which was lying on the table. Just a minute. I think now you can view that. I took the book which was lying on the table. ടേബിളിൽ കിടന്നിരുന്ന ബുക്കിനെ ഞാൻ എടുത്തു. I took the book which was lying on the table. Alright, so this is how subordinating conjunctions are used. Alright, so now it's time for us to check what are the subordinating conjunctions that we have studied. Starting from that, what, how, if, when, whether, when, where, wherever, whatever പറഞ്ഞു ഞാൻ, whatever, before and after, till and since, because, since, as, if, unless, though or although, than, who, whose and which. ഇത്രയുമാണ്. ഇതിനൊരു പ്രത്യേക ഓർഡർ ഒന്നുമില്ല പഠിക്കാൻ, നമ്മൾ ബൈ ഹാർട്ട് ആയിട്ട് തന്നെ മെമ്മറൈസ് ചെയ്യേണ്ടതാണ്. Alright, so now this is an activity for you. Fill in the blanks with suitable subordinating conjunctions. The first one is already answered. You can see, he told me dash I can take his help. So the answer is that. He told me that I can take his help. So now you can try answering the questions from the second one. Now it's your time. Yes. Ratan wanted to know dash you would come with us. Try ചെയ്ത് നോക്കൂ. You have to post the answers in the comment box. Or you can also unmute and tell. Okay. Before ആണോ? Ratan wanted to know before you would come with us. അതവിടെ ഒരു മാച്ച് വരുന്നില്ലല്ലോ. Try again. Try more. Options നോക്കാം. The options are given in the brackets above. Okay, Ratan wanted to know that you would come with us. അതായത് നീ ഞങ്ങളുടെ കൂടെ വരുമോ എന്നാണ് രത്തൻ അറിയേണ്ടത്.
അപ്പൊ വരുമോ എന്ന് പറഞ്ഞാൽ വരുമോ ഇല്ലയോ എന്നാണ്, യെസ് ഓർ നോ എന്നുള്ള രീതിക്കാണ്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു എന്താ പറയാ ഓൾട്ടർനേറ്റ് ആയിട്ട് കാര്യങ്ങൾ ചോദിച്ചറിയാൻ പറ്റുന്ന ഒരു കൺജങ്ഷൻ ഉണ്ടല്ലോ. ഐ വിൽ ഗിവ് യു എ ക്ലൂ. ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് W. ടീച്ചർ വെൻ വെൻ അല്ല, വെദർ ആണ് നമുക്ക് അവിടെ റൈറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, രത്തൻ wanted to know whether you would come with us. അതിന്റെ അർത്ഥം നീ ഞങ്ങളുടെ കൂടെ വരുമോ ഇല്ലയോ എന്ന് രത്തന് അറിയണമായിരുന്നു. ഓക്കെ, വെന്ന് പറയാം, തെറ്റില്ല. രത്തൻ wanted to know when you would come with us. That's fine. But weather ഉള്ളപ്പോൾ വെദറിനാണ് നമ്മൾ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കേണ്ടത്. Okay, next one I have again given the answer. Obey dash your teacher says. So here you can see obey what your teacher says. അങ്ങനെയാണ് നമ്മൾ പറയാ. Now try the fourth one. Yes, very good. She was so angry that she walked out of the house. അവൾക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു, അതുകൊണ്ട് she walked out of the house. ഈ ദാറ്റിന്റെ മീനിങ് എന്താണ്? അതുകൊണ്ട്, സോ എന്നൊക്കെ പറയുന്ന പോലെയാണ്. നമ്മൾ സോ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആണ്, നമ്മൾ ദാറ്റ് ആണ് സബോർഡിനേറ്റിംഗിൽ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് വൺ, ഐ കെയിം ഡാഷ് യു വർ അവേ. I came dash you were away. Very good. I came when you were away. നീ ഇവിടെ സ്ഥലത്തില്ലാഞ്ഞപ്പോഴാണ് ഞാൻ വന്നത്. Good. Next one. This is the book dash my grandfather wrote. Easy. വിച്ചിനെക്കാട്ടിലും ബെറ്റർ വരുന്നത് വേറൊന്നാണ്. കാരണം വിച്ച് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യില്ല ഷിഖ. എൻ്റെ ഗ്രാൻഡ് ഫാദർ എഴുതിയ ബുക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി യൂസ് ചെയ്ത ഒരു കൺജങ്ഷൻ തന്നെ വരും ഇവിടെ. ഇതിലൊരു കാര്യമുണ്ട്, നിങ്ങൾ യൂസ് ചെയ്ത കൺജങ്ഷൻസ് വൺ ടൈം യൂസ് ചെയ്താൽ പിന്നെ ചെയ്യാൻ പാടില്ല എന്നില്ല കേട്ടോ. ദാറ്റ്, വെരി ഗുഡ്, ദാറ്റ് ഇസ് ദ ആൻസർ. ദിസ് ഇസ് ദ ബുക്ക് ദാറ്റ് മൈ ഗ്രാൻഡ് ഫാദർ റോട്ട്. ഓക്കെ, ഗുഡ് ഗുഡ്. ഓക്കെ, നമ്മൾ എന്താണ് ഡിഫറൻസ് എന്നുള്ളത് വെച്ചാൽ, ഇപ്പം ദിസ് ഇസ് ദ ബുക്ക് വിച്ച് മൈ ഗ്രാൻഡ് ഫാദർ റോട്ട് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഉദ്ദേശം അവിടെ സാറ്റിസ്ഫൈ ആവുന്നില്ല. ദിസ് ഇസ് ദ ബുക്ക് വിച്ച് മൈ ഗ്രാൻഡ് ഫാദർ റോട്ട് എന്ന് പറയുമ്പോൾ മീനിങ് നമുക്ക് കേൾക്കുമ്പോൾ സിമിലർ ആയിട്ട് തോന്നും. ബട്ട് ഗ്രാമാറ്റിക്കലി വിച്ച് ഇസ് ഇൻകറക്റ്റ് ആൻഡ് ദാറ്റ് ഇസ് കറക്റ്റ്. ഓക്കെ, വെരി ഗുഡ്. നൗ ദ നെക്സ്റ്റ് വൺ. ഐ വാസ് സ്കെയർഡ് ഡാഷ് ഇറ്റ് വാസ് സ്ട്രേഞ്ച്ലി സ്റ്റിൽ ഔട്ട്സൈഡ്. I was scared dash it was strangely still outside. No, no, no. Thou അല്ല. പുറത്ത് നല്ല സ്റ്റില്ലായിരുന്നു. സ്ട്രേഞ്ച്ലി സ്റ്റിൽ എന്ന് പറഞ്ഞാൽ വളരെ വിജനമായിരുന്നു, ആരും ഉണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് സ്കേർഡ്, പേടിയായി. അപ്പൊ എന്ത് വരും? Imagine the situation. Okay, when is one option. Okay, I was scared when it was strangely still outside. Any other answers? When വന്നിട്ട് ഒരു ഓപ്ഷൻ ആയിട്ട് എടുക്കാം. Good. Any other answers? രണ്ട് ആൻസേഴ്സും കൂടെ അവിടെ വേറെയും വരും. Why can't you use because? I was scared because it was strangely still outside. പറഞ്ഞൂടെ? പുറത്ത് വളരെ നിശബ്ദമായിരുന്നത് കൊണ്ട് എനിക്ക് പേടിയായിരുന്നു. And you can also use that again. I was scared that it was strangely still outside. പുറത്ത് വളരെ strangely still ആയിരുന്നു, അതായത് എക്സ്ട്രീംലി സൈലന്റ്, വിജനമായിരുന്നു, അതുകൊണ്ട് എനിക്ക് പേടിയായി. ഓക്കെ, ഇപ്പൊ രാത്രി 12 മണിക്കൊക്കെ റോട്ടിൽ ഇറങ്ങി നടക്കണം എന്ന് പറഞ്ഞാൽ ഒരു പേടി ഉണ്ടാവില്ലേ ഉള്ളില്? എത്രയായാലും ഉണ്ടാവില്ലേ? നമുക്ക് എന്താ പറയാ, ഇപ്പൊ ഒക്കെ സിറ്റിയിലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, കുറെ വണ്ടികൾ വാഹനങ്ങളൊക്കെ പോകും. ബട്ട് സ്റ്റിൽ ഇറ്റ് ഇസ് നോട്ട് സേഫ്. Especially for women, girls, it is not at all safe to walk in the road after 10 o'clock. 10 പോലും ഇല്ല. ഇപ്പൊ ഞങ്ങൾ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് പറയാം. ഇപ്പോൾ ഈവൻ എന്നോട് പോലും ഇപ്പോഴും മൈ പേരൻസ് ഓൾവേസ് ടെൽ, നീ ഒറ്റയ്ക്ക് പോയാലും ശരി, ആരുടെയെങ്കിലും കൂടെ പോയാലും ശരി, യു ഹാവ് ടു ബി ബാക്ക് ബൈ 7 o'clock. Unless there is a companion,
ഒരു മെയിൽ കമ്പാനിയൻ കൂടെ ഉണ്ടെങ്കിൽ ദാറ്റ്സ് ഫൈൻ. യു ക്യാൻ കം ഹോം ബൈ 8 o'clock or 9 o'clock or മാക്സിമം ബൈ 9:30 or സംതിങ്. ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു പാർട്ടി, ഒരു ഫാമിലി ആയിട്ടൊക്കെ നമ്മൾ പോകുമ്പോൾ. അതർവൈസ് ഇപ്പം ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും രണ്ടുപേരും ഗേൾസ് ആണ്. ഓക്കെ, ഇപ്പം നിങ്ങൾ ഇതിലുള്ള സ്ട്രെങ്ത് ഇപ്പോൾ ഗേൾസ് അല്ലേ ഇപ്പം നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ എന്താ, നമ്മളൊരു 7 മണി, മാക്സിമം ഒരു 7 മണിക്കുള്ളിലൊക്കെ വീട് എത്തണം എന്ന് പറയാറുണ്ട്. സ്ട്രിക്ട്ലി ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ് ഞങ്ങളുടെ വീട്ടിലത്. ഓക്കെ, so that is told to secure us, to safeguard us. Okay, so the next one, we have to be united dash we want to win the battle against terrorism. ടെററിസത്തിന് എതിരായിട്ടുള്ള because we have to be united because we want to win the battle against terrorism. Okay, that is one option. ഞാൻ മലയാളത്തിൽ പറയാം, ഇപ്പം നിങ്ങൾക്ക് അതൊന്ന് മേക്ക് ഔട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടോ നോക്കൂ. നമുക്ക് ടെററിസത്തിന് എതിരായിട്ട് ഉള്ള ബാറ്റിലിൽ ജയിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ യുണൈറ്റഡ് ആയിരിക്കണം. അപ്പോൾ അവിടെ എന്ത് കൺജങ്ഷൻ വരും? ഇതേ സെന്റൻസിന് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കൂ. യെസ്, ഇഫ് വിൽ ബി ദ ആൻസർ. We have to be united if we want to win the battle against terrorism. What is terrorism? What is terrorism? Social studies ൽ പഠിക്കുന്നുണ്ടാവുമല്ലോ നിങ്ങൾ അല്ലേ? ടെററിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ടെററിസം, എക്സ്ട്രീമിസം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ലേ? മാവോയിസം. എന്താണ് ടെററിസം? എന്താണ്? You have to tell. Being a 10th standard student, you should know it. You should know that. ടീച്ചർ, എനിമീസിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വേർഡ്സ് അല്ലേ? തീവ്രവാദം എന്ന് കേട്ടിട്ടില്ലേ? അതാണ്. ഓക്കെ, തീവ്രവാദം, അതാണ് ടെററിസം എന്ന് പറഞ്ഞാൽ. ഓക്കെ, നമ്മൾ ബോംബെ ബ്ലാസ്റ്റ് നടന്നില്ലേ പണ്ട്, കേട്ടിട്ടില്ലേ നിങ്ങൾ? 2007 മുംബൈയിൽ ഭയങ്കര ബ്ലാസ്റ്റ് ഒക്കെ നടന്നു. തീവ്രവാദങ്ങൾ ബോംബ് വെക്കുന്നു, തീവ്രവാദികൾ, കേൾക്കുന്നില്ലേ ന്യൂസിലൊക്കെ? ദാറ്റ് ഈസ് കോൾഡ് ടെററിസം, തീവ്രവാദം എന്ന് പറയും. ആൻഡ് വാട്ട് ഈസ് എക്സ്ട്രീമിസം? എക്സ്ട്രീമിസം എന്ന് പറയും ഭീകരവാദം. സിമിലർ, തീവ്രവാദം ഭീകരവാദം ഒക്കെ എന്താ പറയുക, സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ബിലീഫിനെ തന്നെ ഒരുപാട് വിശ്വസിച്ചിട്ട് പോകുന്നവർ, അത് കാസ്റ്റ് ബേസ്ഡ് ആയിരിക്കാം, എന്തെങ്കിലും ബിലീഫ് ആയിരിക്കാം, വേറെ കൾച്ചറൽ ഡിഫറൻസസ് ഒക്കെ കാരണമാണ് ഈ ടെററിസം, എക്സ്ട്രീമിസം ഒക്കെ വളർന്നു വരുന്നത്. ഓക്കെ, അപ്പോൾ ടീച്ചർ, അപ്പോ ഈ ടെറർ എന്ന് പറയുകയാണെങ്കിൽ അതിന് മാവോയിസ്റ്റ്, അപ്പൊ അതാണ് അർത്ഥം? അത് മാവോയിസം എന്ന് പറയുന്നത് മറ്റൊരു പർട്ടിക്കുലർ ടൈപ്പാണ്. അതായത് അത് വന്നിട്ട് ഈ എന്താ പറയുക, മാവോയിസം എന്ന് പറയുന്നത് മാവോയിസ്റ്റുകൾ നടത്തുന്ന ഒരു ഫൈറ്റ് ആണ്. ഇറ്റ്സ് മാവോ എന്ന് പറയുന്ന പണ്ടത്തെ ഒരു ആളുടെ, മാവോ സേ ടങ് എന്ന് പറയുന്ന ഒരാളുടെ നേതൃത്വത്തിൽ തുടങ്ങി വെച്ച ഒരു കാര്യമാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ താഴെ വരുന്ന ആ കമ്മ്യൂണിറ്റീനെയാണ് മാവോയിസ്റ്റ്സ് എന്ന് പറയുന്നത്. അവർ ചെയ്യുന്ന പ്രവൃത്തികൾ മാവോയിസം എന്ന് പറയും. ഓക്കെ, അവർ വന്നിട്ട് എന്താന്ന് വെച്ചാൽ സ്റ്റേറ്റിനെതിരായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും, അതേപോലെ ഗവൺമെന്റിനെതിരായിട്ടൊക്കെ സംസാരിക്കും, എല്ലാം. അതായത് എല്ലാവരെയും തിരിച്ചുവിടുന്ന ഒരു സ്വഭാവക്കാരായിരിക്കും ഈ മാവോയിസ്റ്റുകൾ. ജസ്റ്റ് ഫോർ യുവർ അണ്ടർസ്റ്റാൻഡിങ് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾ ബോർഡ് എക്സാം ഒക്കെ എഴുതുന്ന കുട്ടികളല്ലേ, പറഞ്ഞിരിക്കുന്നത് ബെറ്റർ ആയിരിക്കും. ഓക്കെ ഓക്കെ, നൗ ദ നെക്സ്റ്റ് വൺ. ഷീ വിൽ നോട്ട് ബിലീവ് എ വേർഡ് ഡാഷ് ഷീ വെരിഫൈസ് ഇറ്റ് വിത്ത് ഹെർ ഓൺ ഐസ്. നല്ല ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അത്. She will not believe a word, a single word, dash she verifies it with her own eyes. അതായത് till, okay, until പറയാം, till പറയാം. അണ്ണിൽ തന്നെ തുടങ്ങുന്ന മറ്റൊരു വേർഡ് ഉണ്ട്, എനിക്ക് തോന്നിയ വേർഡ് അതാണ്. unless പറഞ്ഞൂടെ? She will not believe a word unless she verifies it with her own eyes. അതായത് അവൾ അവളുടെ സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ട് തൃപ്തിപ്പെടാണ്ട് അവൾ ഒരു വാക്ക് പോലും വിശ്വസിക്കില്ല. ഓക്കെ, സോ ടിൽ, അൺടിൽ, അൺലെസ്, ഇത് മൂന്നും യൂസ് ചെയ്യാം. നെക്സ്റ്റ് ഇസ് ദ ഗേൾ ഡാഷ് ഇസ് സിറ്റിംഗ് നെക്സ്റ്റ് ടു ഗീത ഇസ് മൈ സിസ്റ്റർ. Very good. The girl who is sitting next to Geeta is my sister. Very good. Now the next one. My uncle gifted me a watch dash costs 10,000 rupees. Which or that?
മൈ അങ്കിൾ ഗിഫ്റ്റഡ് മീ എ വാച്ച് വിച്ച് കോസ്റ്റ് 10,000 rupees or that cost. ഓക്കെ, അവിടെ രണ്ടും യൂസ് ചെയ്യാം, വിച്ചും ദാറ്റും പറയാം, കുഴപ്പമില്ല. നമ്മൾ നേരത്തെ സെന്റൻസിൽ എങ്ങനെയായിരുന്നു, നമ്മൾ ദാറ്റ് മാത്രം, അതായത് ദിസ് ഇസ് ദ ബുക്ക് വിച്ച് പറയില്ല, ദാറ്റ് മൈ ഗ്രാൻഡ് ഫാദർ റോട്ട് എന്ന് പറഞ്ഞു. കാരണം അവിടെ എന്താണ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവും. അതായത് ദിസ് ഇസ് ദ ബുക്ക് വിച്ച് മൈ ഗ്രാൻഡ് ഫാദർ റോട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ മൈ ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു സബ്ജക്റ്റ് അല്ലേ, നൗൺ അല്ലേ മൈ ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്നത്. അപ്പോൾ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ ഒരിക്കലും വിച്ച് യൂസ് ചെയ്യില്ല. ഇങ്ങനത്തെ സെന്റൻസസിൽ ദാറ്റ് ആയിരിക്കും കൂടുതൽ പ്രിഫറബിൾ. എന്നാൽ ഇവിടെ നോക്കൂ, മൈ അങ്കിൾ ഗിഫ്റ്റഡ് മീ എ വാച്ച് ഡാഷ് കോസ്റ്റ്സ്. കോസ്റ്റ്സ് എന്ന് പറയുന്നത് ഒരു വേർബാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ വിച്ചും പറയാം ദാറ്റും പറയാം. ഇപ്പൊ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഐ ലവ് പീപ്പിൾ ഡാഷ് പ്രാക്ടിക്കൽ സെൻസ് ഇസ് വെരി ഷാർപ്പ്. Whose? Very good. I love people whose practical sense is very sharp. Good. Next is Rahul is taller dash Rajesh than. Okay, Rahul is taller than Rajesh. Okay. ഷബ്ന അറ്റംപ്റ്റ് ചെയ്യാം കേട്ടോ, ആർക്ക് വേണമെങ്കിലും അറ്റംപ്റ്റ് ചെയ്യാം. ഓക്കെ, ആകെ രണ്ടുപേരേ ഉള്ളൂ ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ. ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻ ടു ദിയ ആൻഡ് നിരഞ്ജന. നെക്സ്റ്റ് വൺ, ഐ അറ്റൻഡഡ് ദ എക്സാം ഡാഷ് ഇറ്റ് വാസ് ഡിഫിക്കൽട്ട്. I attended the exam dash it was difficult. ഓക്കെ, ഒരു ക്ലൂ തരാം. എക്സാം ഡിഫിക്കൽട്ട് ആയിരുന്നു എങ്കിലും ഞാൻ അറ്റൻഡ് ചെയ്തു. അപ്പൊ എങ്ങനെ വരും? Though. Yes, I attended the exam though it was difficult. Very good. Next one, it's been a long time dash I met you. It's been a long time dash I met you. Since I met you. Very good. Next one, the last question, I slept dash I was tired. I slept dash I was tired because I was tired. That's it. Okay, so ഇങ്ങനെയാണ് നമുക്ക് questions വരുന്നത്. ഓക്കെ, ഇനിയും ഒരു ഷീറ്റും കൂടെ പെൻഡിങ് ഉണ്ട്, ഒരു സ്ലൈഡും കൂടെ ഉണ്ട്. ചെമ്മീൻ ഇസ് ദ ബെസ്റ്റ് നോവൽ ഡാഷ് ഐ ഹാവ് എവർ റെഡ്. ഐ വന്നിട്ട് ഒരു സബ്ജക്റ്റ് ആണ്, അപ്പൊ എന്ത് വരും? ദാറ്റ്. വെരി ഗുഡ്. ചെമ്മീൻ ഇസ് ദ ബെസ്റ്റ് നോവൽ ദാറ്റ് ഐ ഹാവ് എവർ റെഡ്. നെക്സ്റ്റ് വൺ, ഐ അണ്ടർസ്റ്റാൻഡ് ഡാഷ് യു മീൻ. What you mean? Okay. Next one, I know dash to prepare biryani. How? Okay. Next, please inform dash you will come today or not. Whether you will come or not. Okay, very good. The next one, I know dash to go. Where to go. Okay, also you can tell when to go. Okay, when നും പറയാം. I know when to go, I know where to go, I know how to go, അതും പറയാം. Okay, next is I reached the place dash she came. I reached the place dash she came, where she came. Okay, before she came പറഞ്ഞൂടെ? I reached the place before she came or after she came, അതും ഒരു ഓപ്ഷൻ ആണ്. Next, Agra, I'm sorry, dash you see a tiger, let me know. Dash you see a tiger, let me know. If. Okay, if you see a tiger, let me know. Next one, Agra is a city dash Taj Mahal is situated. Where? Good. Next, don't come to school dash you recover from fever. Don't come to school dash you recover from fever. Till or until രണ്ടും പറയാം. Till you recover from fever or until you recover from fever. Okay, next one, call me dash sometime.
ആഫ്റ്റർ, വെരി ഗുഡ്. നമ്മൾ പലപ്പോഴും ഓരോരുത്തരെ കോൾ ചെയ്യുമ്പോൾ നമുക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് അയക്കും അല്ലേ, കോൾ മീ ആഫ്റ്റർ സം ടൈം, അല്ലെങ്കിൽ നമ്മുടെ റെക്കോർഡഡ് മെസ്സേജ് തന്നെ വരും, പ്ലീസ് കോൾ ആഫ്റ്റർ സം ടൈം, അല്ലെങ്കിൽ പ്ലീസ് ട്രൈ അഗെയിൻ ആഫ്റ്റർ സം ടൈം എന്ന് പറഞ്ഞിട്ട് വരാറുണ്ട് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് വൺ, ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ദർ ഇസ് നോ നീഡ് ടു ഗോ ടു സ്കൂൾ ഡാഷ് ദർ ഇസ് എ ഹർത്താൽ. ബിക്കോസ്, അതെ, ബിക്കോസിന്റെ സെയിം മീനിങ് ഉള്ള മറ്റൊരു കൺജങ്ഷൻ ഏതായിരുന്നു? ഐ മീൻ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ തന്നെ. ടീച്ചർ ആസ്. As ആണ്, very good. And there is a coordinating conjunction with the same meaning. What is that? Because in the same meaning വരുന്ന coordinating conjunction. ദാറ്റ്. Not that. For ആണ്. ഓക്കെ, ഇപ്പൊ ഇതൊരു ഓപ്പൺ ക്വസ്റ്റ്യൻ ആയിരുന്നു എന്ന് വിചാരിക്കൂ. ഫോർ എക്സാമ്പിൾ, സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ മാത്രമല്ല യൂസ് ചെയ്യേണ്ടത് എന്ന് അങ്ങനെ റൂൾ ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ യു ക്യാൻ ഓൾസോ യൂസ് ഫോർ. ദർ ഇസ് നോ നീഡ് ടു ഗോ ടു സ്കൂൾ ഫോർ ദർ ഇസ് എ ഹർത്താൽ. ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ദിസ് ഇസ് ഹൗ ഇറ്റ് കംസ്. ഓക്കെ, സോ വിത്ത് ദിസ് വി ഹാവ് കംപ്ലീറ്റഡ് കൺജങ്ഷൻസ്. ഓക്കെ, സോ നമ്മൾ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് കൂടുതൽ പ്രാക്ടീസിലൂടെ മനസ്സിലാക്കാം. മറ്റു രണ്ട് കൺജങ്ഷൻസ് പോലെയല്ല സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്, ബിക്കോസ് ഡിഫറെൻറ്റ് യൂസസ് ആണ് വരുന്നത്. ദോ അതിൽ അവർ പറയുന്ന പോലെ വൺ ഇസ് ദ ഡിപ്പെൻഡൻറ്റ് ക്ലോസ്, ദ അതർ വൺ വിൽ ബി an ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇറ്റ് ഇസ് നോട്ട് സ്ട്രിക്ട്ലി ഫോളോഡ് ഇൻ ഓൾ ദ കേസസ്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രാക്ടീസിലൂടെ മാത്രമേ ഈ കൺജങ്ഷൻസിൻ്റെ മീനിങ് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കി എക്സാമ്പിൾസ് പ്രിപ്പയർ ചെയ്ത് ഫ്രെയിം ചെയ്ത് അതിനെ നമുക്ക് പ്രാക്ടിക്കൽ യൂസിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. Okay, but otherwise this concept is very easy to understand because നിങ്ങൾക്ക് കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് ക്ലോസുകളെ ജോയിൻ ചെയ്യും, അതിലൊന്ന് വന്നിട്ട് ഒരു മെയിൻ ക്ലോസ് ആയിരിക്കും, മറ്റേതൊരു സബോർഡിനേറ്റ് ക്ലോസ് ആയിരിക്കും. ഓക്കെ, ചില കേസസിൽ രണ്ട് ക്ലോസസും മെയിൻ ക്ലോസസ് തന്നെ ആയി പോവാറുണ്ട്. പിന്നെന്താണ്, ചില പ്രത്യേക ക്ലോസസുകൾ വളരെ വാല്യൂബിൾ ആണ്. ഫോർ എക്സാമ്പിൾ ബിക്കോസ്, ആസ്, ഇഫ് വന്നിട്ട് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സിലാണ് കൂടുതലും യൂസ് ചെയ്യുക. ഓക്കെ, ഇത്തരം എക്സാമ്പിൾസുകൾ നമ്മൾ ഇൻസ്റ്റൻസസും കാര്യങ്ങളും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മനസ്സിലാക്കി വെച്ച് പോവാം. ഓൾറൈറ്റ്, സോ നമുക്കിനി നമ്മുടെ പാർട്സ് ഓഫ് സ്പീച്ചിലെ ലാസ്റ്റ് പാർട്ട് ഓഫ് സ്പീച്ച് ആണ് നമ്മൾ ഇനി പഠിക്കാനുള്ളത്. ദാറ്റ് ഇസ് ഇന്റർജെക്ഷൻസ്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഇന്റർജെക്ഷൻസ് എന്ന് പറയുന്നതിന് സെപ്പറേറ്റ് ഒരു ചാപ്റ്റർ ആയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് വി വിൽ ബി ചെക്കിംഗ് exclamatory sentences and how to use interjections, because interjections are nothing but short exclamatory words. അത്രയേ ഉള്ളൂ interjections എന്ന് പറഞ്ഞാൽ. So if you study exclamatory sentences and its usage well, it's equal to studying interjections. ഓക്കെ, സോ അതുകൊണ്ട് നിങ്ങളത് ബിഗിനിങ്ങിൽ നമ്മുടെ ഈ സി സ്റ്റുഡൻസിൻ്റെ ക്ലാസ് തുടങ്ങിയ ടൈമിൽ നമ്മൾ പഠിച്ചതാണ്. ഈ PPT നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ലെറ്റ്സ് ഗോ ത്രൂ ദിസ്. So what are exclamatory sentences? By exclamatory sentences ലാണോ നമ്മൾ interjections യൂസ് ചെയ്യുക? അതെ, interjections are used in exclamatory sentences only. Okay, so you can see exclamatory sentences express exclamation. Exclamatory sentencesന്റെ പർപ്പസ് തന്നെ എന്താണ്? ഇറ്റ് ഈസ് ടു എക്സ്പ്രസ് ആൻ എക്സ്ക്ലമേഷൻ, ഒരു ആശ്ചര്യം പ്രകടിപ്പിക്കാനാണ്. അപ്പം ആശ്ചര്യം എങ്ങനെ പ്രകടിപ്പിക്കും? ജസ്റ്റ് ആ ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് മാത്രം ഇട്ടിട്ടാണോ? അത് ഇട്ടിട്ട് മാത്രമല്ല, ഇറ്റ് ഇസ് ത്രൂ യൂസിങ് ഇന്റർജെക്ഷൻസ്. എക്സ്ക്ലമേറ്ററി സെന്റൻസസ് ബട്ട് എൻഡ് വിത്ത് ആൻ എക്സ്ക്ലമേഷൻ സൈൻ. എക്സ്ക്ലമേഷൻ സൈനിൽ തന്നെയാണ് അവർ എൻഡ് ചെയ്യുന്നത്. ആൻഡ് നമ്മൾ യൂസ് ചെയ്യുന്ന ഇന്റർജെക്ഷൻസ് ഏതൊക്കെയാണ്? ലൈക്ക് വേർഡ്സ് ലൈക്ക് വാവ്, യേ, ഹുറേ, ഓ, അയ്യോ, oops, alas, eureka, what, how, etc. are some of the commonly used exclamatory words. For example, we have three sentences like, yay, I scored full marks. Alas, he lost the game. What a thrilling match it was. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു ഡിഫറൻസ് കാണാൻ പറ്റും. ഫസ്റ്റ് ടു സെൻറ്റൻസസിൽ രണ്ട് എക്സ്ക്ലമേഷൻ മാർക്ക് വരുന്നുണ്ട്. യേ കഴിഞ്ഞിട്ടുമുണ്ട്, ഐ സ്കോർഡ് ഫുൾ മാർക്സ് കഴിഞ്ഞിട്ടുമുണ്ട്. സെക്കൻഡ് സെൻറ്റൻസിൽ അലാസ് കഴിഞ്ഞിട്ടുമുണ്ട്, ഹീ ലോസ്റ്റ് ദ ഗെയിം കഴിഞ്ഞിട്ടുമുണ്ട്. ബട്ട് ഇൻ ദ തേർഡ് സെൻറ്റൻസ് വാട്ട് കഴിഞ്ഞിട്ട് സിമ്പൽ ഒന്നുമില്ല. വാട്ട് എ ത്രില്ലിംഗ് മാച്ച് ഇറ്റ് വാസ് എന്ന് കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ മാത്രമാണ് ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് കൊടുക്കുന്നത്. സോ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ചില വേർഡ്സുകൾക്ക് അത് കഴിഞ്ഞ ഉടനെ മാർക്ക് ഇടണം. ഈ വാട്ട്, ഹൗ ഇങ്ങനത്തെ വേർഡ്സിനൊന്നും നമുക്ക് ആവശ്യമില്ല. വാട്ടും ഹൗവും ക്വസ്റ്റ്യൻ വേർഡ്സ് പോലെയല്ലേ, അതുകൊണ്ട് അവരുടെ കൂടെ നമ്മൾ എക്സ്ക്ലമേഷൻ സൈൻ ഇടണമെന്നില്ല, സെൻറ്റൻസിൻ്റെ എൻഡിൽ ഇട്ട് കൊടുത്താൽ മതി.
to show that this is an exclamatory sentence. Okay. അപ്പൊ നമുക്ക് ഈ പറയുന്ന വാവ്, യേ, ഹുറേ, അയ്യോ, ഓ ഇതിനൊക്കെ നമുക്ക് കാറ്റഗറൈസ് ചെയ്തിട്ട് പഠിക്കാം. Some of them are used for positive exclamation, some of them are used for negative exclamation. Okay, so positive words എന്ന് പറയുന്നത് wow, yay, hooray, eureka, hail. And negative words എന്ന് പറയുന്നത് അയ്യോ, oops, oh, oh no, alas, ouch. So നമുക്ക് ഒരു 5 plus 6 11 words ഇവിടെ പറയുന്നുണ്ട്. These are the commonly used interjections in English. ഈ words ആണ് interjections എന്ന് പറയുന്നത്. Exclamatory വേർഡുകളെയാണ് നമ്മൾ interjections എന്ന് പറയുന്നത്. കൺജങ്ഷൻസ് എന്ന് പറഞ്ഞ ചില വേർഡ്സുകളുണ്ട്, പ്രിപ്പോസിഷൻസിൽ ചില വേർഡ്സുകളുണ്ട്, അതേപോലെ ഇന്റർജെക്ഷൻസ് എന്ന് പറഞ്ഞ ഈ വേർഡ്സുകളൊക്കെയാണ് ഇന്റർജെക്ഷൻസ്. സോ വേർ ഡു വി യൂസ് ഇന്റർജെക്ഷൻസ്? ഇൻ എക്സ്ക്ലമേറ്ററി സെന്റൻസസ്. And while using interjections, we have to use the exclamation mark, which is very mandatory. Alright. അപ്പോൾ നമുക്ക് ഇത്രയാണ് ഇന്റർജെക്ഷൻസിൽ പറയാനുള്ളത്. ഇപ്പം ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇന്റർജെക്ഷൻസ് എന്ന് പറയുന്ന പാർട്ട് ഓഫ് സ്പീച്ചിൽ എന്തിനു യൂസ് ചെയ്യുന്നു എന്ന് ഞാൻ പറഞ്ഞു. These are the commonly used interjections എന്ന് പറഞ്ഞു. Any doubts in this part? Nothing more to tell about interjections. Shika or Shabna, any doubts? No. Okay. Shabnയ്ക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? So with this we have completed the parts of speech also. Okay, അപ്പം നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ച് ഇപ്പം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം ഞാൻ നമുക്കൊരു 5 minutes ടൈം ഉണ്ട് അല്ലേ? സോ ഐ ഡോണ്ട് വാണ്ട് ടു വേസ്റ്റ് ദ ടൈം. സോ ഐ വിൽ ജസ്റ്റ് ഗിവ് യു കൈൻഡ് ഓഫ് കോൺവെർസേഷൻ. ഓക്കെ, അപ്പം നിങ്ങൾ 2 പേരുള്ളത് കൊണ്ട് ഐ തിങ്ക് നമുക്കൊരു കുട്ടി കോൺവെർസേഷൻ ഒന്ന് നോക്കാം. How to understand different conversations, how to frame different dialogues. നിങ്ങൾക്ക് ഡയലോഗ് റൈറ്റിംഗ് ഉണ്ടല്ലേ, എക്സാമിന് ഉണ്ടല്ലോ അല്ലേ? അപ്പം നമുക്കൊരു 1-2 കോൺവെർസേഷൻസ് ഒന്ന് പഠിച്ചു പോകാം. ഓക്കെ, സോ ജസ്റ്റ് എ മിനിറ്റ്. കോൺവെർസേഷൻസ് ആർ ലൈക്ക് എന്താണ്, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു ടാസ്ക് ആണ്. ഹൗ ടു റൈറ്റ് കോൺവെർസേഷൻസ് എന്നുള്ളത്. നോട്ട് ഗെറ്റിംഗ് ഇറ്റ്, വൺ സെക്കൻഡ്. ഉണ്ടായിരുന്നു, അത് കിട്ടുന്നില്ല, ഒരു സെക്കൻഡ്. ഓക്കെ, ഗോട്ട് ഇറ്റ്. Okay, so these are some general conversations for school students, school and college students ആണ്. So the first conversation is a dialogue between two friends about preparation for the examination. So myself and my friend are the two people who are involved in this conversation. So Shika and Shabna, you can read this. So Shika can be the first person and Shabna can be the second person. Are you ready? Yes, teacher. Yes. Shabnയ്ക്ക് ക്ലിയർ അല്ലേ? ആ ഫ്രണ്ട് എന്നുള്ള പാർട്ടാണ് ഷബ്ന റീഡ് ചെയ്യേണ്ടത്. Okay, fine. Yes, you can go ahead, Shika. Start, please. Hello, friend. How do you do? Yes, Shabna, please read. Mic ഓണിൽ തന്നെ വെക്കുക, ഓഫ് ചെയ്യണ്ട. കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ let your mic be on. Friend, I am fine, thank you. Why are you looking so sad? Actually, I'm worried about my final examination. What about your preparation for the examination? Well, I am going on well with my students. I am also worried about my exam. But tell me about your preparation in different subjects. You know I am weak in English. That's why I am taking special keen care of English. I am also doing relative reservation for anything subject. അല്ല, it is revision. Revision ആണ് കേട്ടോ. Revision ആണ്. Okay. Yes, Shika.
Are you taking help from any special books? Yes, but I study textbooks very carefully. I see. I must start working with the textbooks. What do you think? Yes, I think it will be very helpful not only for English but also for other subjects. Thank you for your supportive suggestion. I wish you good luck. You are most welcome. ഓക്കെ വെരി ഗുഡ്. ഒരു കോൺവെർസേഷനും കൂടെ റീഡ് ചെയ്യാം. ഓക്കെ, ദിസ് ഇസ് ദ സെക്കൻഡ് കോൺവെർസേഷൻ. ഇറ്റ്സ് എ ഡയലോഗ് ബിറ്റ്വീൻ ടു ഫ്രണ്ട്സ് ഓൺ ദ ചോയ്സ് ഓഫ് കരിയർ. എന്ത് കരിയർ ചൂസ് ചെയ്യണം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ചോയ്സ് പറയാണ് കേട്ടോ. യെസ്, സുജോൺ ക്യാൻ ബി ഷബ്ന, ഷിക ക്യാൻ ബി ജമിയ. ഓക്കെ, യെസ്, ഷബ്നം സ്റ്റാർട്ട് ചെയ്തോളൂ. ഷബ്ന. Hello, Jamia. How are you? ഇറ്റ്സ് നോട്ട് Fine, ജാമിയ, thank, ഇറ്റ്സ് ജമിയ. ഓക്കെ, fine, thank you. And how about you? യെസ് ഷബ്ന, വായിക്കൂ. ഹലോ ഷബ്ന, വായിക്കുന്നില്ലേ? ഷബ്ന വരുന്നത് വരെ ഞാൻ കണ്ടിന്യൂ ചെയ്യാം. ഐ എം ഓൾസോ ഫൈൻ ജമിയ. വി ആർ ഇൻ ആൻ ഇന്റർമീഡിയറ്റ് ക്ലാസ്, സോ വി മസ്റ്റ് ചൂസ് അവർ കരിയർ നൗ. You're quite right. Success in life depends on the right choices of career. We must choose our career properly. May I know your career choice of career? Yes, of course. I have decided to become a doctor. Do you like this profession? ഷബ്ന വന്നോ? ക്യാൻ യു റീഡ് ഇറ്റ്? ആ സുജോണിനുള്ള പാട്ടൊന്ന് റീഡ് ചെയ്തോളൂ. ഷബ്നയുടെ മൈക്ക് മ്യൂട്ടഡ് ആണ്. യുവർ മൈക്ക് ഈസ് മ്യൂട്ടഡ് ഷബ്ന. Okay, fine, then I will read it. Yes, I do. It's a good profession. Could you tell me why you have chosen this profession? Most of our people are deprived of the service of the doctors. Deprived means they are running short of. They are lacking nanu mean cheyyunnathu. They are lacking the service of the doctors. Okay. Yes, there are shortage of good doctors in our country. The people who live in the villages cannot consult a good doctor. I want to serve the people. Are you willing to go to the villages if necessary? Yes, of course. Though through this profession, I'll be able to earn more money. Sorry, I will be able to earn money honestly. Well, could you tell me about your choice of career? Of course, I want to become an agriculture officer. Most students like to be doctor, engineer, or administration. Why not you? Our country is an agricultural country. Our economy depends on agriculture. Yes, it is right. Please tell me about your plan. I will get myself admitted into an agricultural university. After completing my education, I will join the Service of Agriculture cadre. I will make research on agriculture. It's a noble profession too. I will teach the farmers about the modern method of cultivation. I appreciate your plan. Choosing career is not enough. We must work hard to fulfill our plan. Of course, we must do well in the HSC examination. Otherwise, we will not be able to become a doctor or an agriculture officer. Of course. Thank you, Jamia. It was really nice speaking to you. You're welcome. Goodbye. See you again. Bye bye. So, thank you, Shika. It was very nice speaking to you. Thank you, Lisa. Okay. Okay. So, we can wind up today's session. ഇപ്പം നമുക്ക് ഇടയ്ക്ക് ടൈം കിട്ടുമ്പോൾ ഇങ്ങനത്തെ കോൺവെർസേഷൻസ് ഒന്ന് റീഡ് ചെയ്യാം.